നമസ്തേ, വിഷ്ണുമായ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡാനിരാജ്, കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായ മഠം, തൃപ്രയാർ. ഓം ശ്രീ മഹാവിഷ്ണുവായ സ്വാമിനെ നമഃ. ഓം ശ്രീ മഹാകൃഷ്ണകുക്ഷ്യായ നമഃ. പല സഹോദരങ്ങളും നമ്മളെ വിളിച്ചിട്ട് വീട്ടിൽ വിഷ്ണുമായയുടെ വിഗ്രഹം ഉണ്ടെന്ന് കൊണ്ട് വിളിക്കാറുണ്ട്. പല മഠങ്ങളിൽ നിന്നും പല കച്ചവട സ്ഥലങ്ങളിൽ നിന്നും സ്വാമിയുടെ വിഗ്രഹം വാങ്ങി കൊണ്ടുപോയിട്ട് പീഡയില്ലാതെ കൊണ്ടുപോയിട്ട് വെറുതെ വെച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും കാണാറ്. സ്വാമിയുടെ വിഗ്രഹം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എപ്പോഴും പീഠബലത്തോടു കൂടി വെക്കണം. വിഷ്ണുമായ സ്വാമിയുടെ പീഠം വട്ടപ്പീഠാണ്, ഒരൊറ്റക്കാലിലുള്ള വട്ടപ്പീഠാണ്. അപ്പോൾ ആ പീഠത്തോടു കൂടി വെച്ചെങ്കിൽ മാത്രമേ ബലപ്പെട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ വിഗ്രഹം വെക്കുന്ന സ്ഥാനങ്ങളിൽ കാലത്ത് സ്വാമിയെ കുളിപ്പിച്ച് കുറി തൊടിയിച്ച് മാല ചാർത്തി പൂക്കളർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം, സമയം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മാസത്തിൽ ഒന്നിൽ കൂടുതൽ തവണ സ്വാമിക്ക് മദ്യവും കോഴിയായിട്ട് നേദ്യം കൊടുക്കാൻ പറ്റണം. വിഗ്രഹമുള്ള സ്ഥലങ്ങളിലൊക്കെ നേദ്യബലവും ഉണ്ടാവണം, വിളക്ക് നിത്യവും ഉണ്ടാവണം കേട്ടോ. അപ്പോൾ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ 2-3 ദിവസമൊക്കെ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർക്ക്, സഞ്ചാരങ്ങൾക്കൊക്കെ പോകുന്നവർക്ക് നമുക്ക് ആ ദിവസങ്ങളിൽ വിളക്കില്ലെങ്കിലും വിരോധമില്ല. എങ്കിലും ഉള്ള സമയങ്ങളിൽ വിളക്ക് തെളിയിച്ച് സ്വാമിയെ കുളിപ്പിച്ച് കുറി തൊടിയിച്ച് പൂക്കൾ അർപ്പിച്ച് മാല ചാർത്തിയിട്ടൊക്കെ ജപത്തോട് നാമജപങ്ങളും വളരെ നല്ലതാണ്. റിസൾട്ട് കിട്ടാൻ, പെട്ടെന്നുള്ള ഫലപ്രാപ്തി കിട്ടാനായിട്ട് നാമജപങ്ങളും നല്ലതാണ്. മാസത്തിൽ ഒന്നിൽ കൂടുതൽ തവണ നേദ്യബലത്തോടുകൂടി മുന്നോട്ട് പോകുന്നത് എപ്പോഴും ഗുണകരമാണ്. വിഗ്രഹം മാത്രമായിട്ട് കൊണ്ടുവയ്ക്കരുത്, പീഠബലത്തോടു കൂടി വെക്കാനായിട്ട് ശ്രമിക്കുക. ആരും അത് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണാറില്ല, പലരും അത് വെച്ചതായിട്ട് കാണാറില്ല. പല സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ പീഠം പലർക്കും പറഞ്ഞു കൊടുത്ത് വെപ്പിക്കുകയുണ്ടായി, നേദ്യം കൊടുപ്പിക്കുകയുണ്ടായി, മാറ്റങ്ങളുണ്ടായി പലർക്കും. അപ്പോൾ അതൊരു വിഗ്രഹം വീട്ടിൽ വെക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. വിഗ്രഹം ചലിക്കുന്ന വിഗ്രഹം ആയതുകൊണ്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റി വയ്ക്കാവുന്നതാണ്. പ്രതിഷ്ഠ ചെയ്യുന്ന വിഗ്രഹങ്ങളല്ല, പ്രതിഷ്ഠ ചെയ്യുന്ന വിഗ്രഹങ്ങളാണ് കൂടുതലും പാരമ്പര്യമായിട്ട് കൊണ്ടു നടക്കേണ്ടതും. അതുപോലെ മടപ്പുര കെട്ടി വയ്ക്കുക, തറ കെട്ടിയിട്ട് പുറത്ത് വിഗ്രഹം വയ്ക്കുക, അങ്ങനെയൊക്കെ അതൊക്കെയാണ് പാരമ്പര്യമായിട്ട് കൊണ്ടു നടക്കേണ്ടതായിട്ടുള്ളത്. ഈ തരത്തിൽ നമ്മൾ പൂജാമുറിയിലൊക്കെ ഒരു വിഗ്രഹം വെച്ച് ആരാധിക്കുന്നത് നമ്മുടെ കാലശേഷം നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. പാരമ്പര്യമായിട്ട് കൊണ്ടു നടക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളില്ല. വിഗ്രഹം വെക്കുന്നതിൽ തെറ്റില്ല, വിഗ്രഹം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോട് കൂടിയിട്ട് കാര്യങ്ങൾ സ്വാമിയെ സ്നേഹിച്ചും ആരാധിച്ചും മുന്നോട്ട് പോയി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങിയിട്ട് ജീവിതത്തിൽ വിജയങ്ങൾ നേടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ.